ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രിക്കായിട്ടാണ്. അതായത് പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് പോകണമെന്ന് വിചാരിക്കുക, 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അളവെടുക്കാനും മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ ട്രേസ് എടുത്ത് ചുരിദാർ കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗം ദേ എൻ്റെ ഈ ഒരു സൈഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ അടിവശം ദേ കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ഈ ഒരു സൈഡും ഓപ്പോസിറ്റ് സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ദേ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ വരുന്നത്. മുകൾ വശം 2 പീസായിട്ട് മടക്കായിട്ടാണ് കിടക്കുന്നത്. ആദ്യമേ തന്നെ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം അത് വെച്ച് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം കേട്ടോ. ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എൻ്റെ കറക്റ്റ് സൈസിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്. അതിനത് ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഞാൻ ടേബിളിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചുളുക്കുകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ലൈനിങ്ങിൽ മുകൾ വശത്തായിട്ട് 1/2 ഇഞ്ചിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുകൾ ഭാഗത്ത് കൊടുക്കേണ്ട തയ്യൽ തുമ്പാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിരിക്കണേ. ഇനി ഈ ഒരു ടേബിളിൽ കിടക്കണ ഈ ഒരു ചുരിദാർ നമുക്ക് കറക്റ്റ് ഈ ഒരു ലൈനിങ്ങിനോട് ചേർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗത്തേക്ക് ആ ഒരു ചുരിദാറിൻ്റെയും മടക്ക് വശം ചേർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ചുരിദാറിൻ്റെ നെക്ക് വരുന്ന ഭാഗം. അതുപോലെ തന്നെ മടക്ക് വശം ഇവിടെയാണ്. അത് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് ചേർത്ത് വെച്ചു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു 1/2 ഇഞ്ചിന് താഴെ വേണം ഈ ഒരു ഷോൾഡർ ലൈൻ നിൽക്കാനായിട്ട്. 1/2 ഇഞ്ചിന് താഴെ വേണം കേട്ടോ ഈ ഒരു ഷോൾഡർ ലൈൻ നിൽക്കാനായിട്ട്. അങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു അളവ് ചുരിദാർ ലൈനിങ്ങിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ഈ ഒരു ഷേപ്പ് അങ്ങ് ട്രേസ് എടുക്കാം കേട്ടോ. ട്രേസ് എടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കണ്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിനെ കണ്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയിൽ ഇതുപോലെ ഒരു ഷേപ്പ് വരുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷേപ്പ് വരുന്ന ഭാഗം കേട്ടോ, അവിടെയും കണ്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു. ഇനി സ്ലിറ്റ് ഓപ്പൺ എവിടെയാന്ന് നോക്കുക. ഈ ഒരു ചുരിദാറിൽ എവിടെയാണ് സ്ലിറ്റ് ഓപ്പൺ വരുന്നത് നോക്കുക. അപ്പോൾ എൻ്റെ ചുരിദാറിൽ എവിടെയാണ് കേട്ടോ സ്ലിറ്റ് ഓപ്പൺ വരുന്നത്, അതും അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 3 ലൈൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെസ്റ്റ് ലൈൻ, ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം, നമ്മുടെ ഈ ഒരു ചുരിദാറിൽ ഷേപ്പ് വരുന്ന ഭാഗം കേട്ടോ. അതുപോലെ തന്നെ സ്ലിറ്റ് ഓപ്പണിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഇതേ ഷേപ്പ് നമുക്കങ്ങ് ട്രേസ് എടുത്ത് പോവാം കേട്ടോ. ഒന്ന് ഡോട്ടഡ് ലൈൻ ഇതുപോലെ കൊടുത്തു പോയാൽ മതി. ഇപ്പോൾ നമ്മൾ ദേ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലിറ്റ് ഓപ്പണിൻ്റെ അടിയിലേക്ക് അതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അതും ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതേ സ്ലിറ്റ് ഓപ്പണിൻ്റെ അടിവശവും ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ദേ ഈ ഒരു ആം ഹോൾ കർവ് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. നിങ്ങൾക്ക് കൈകൊണ്ട് വരയ്ക്കാനാണെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒരു അളവ് ചുരിദാർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് അങ്ങ് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് നമുക്കങ്ങ് ആദ്യമേ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ചെരിവുണ്ടല്ലോ, ആ ഒരു ചെരിവ് ഞാൻ ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തു. അതുപോലെ ആം ഹോൾ തുടങ്ങുന്ന ഭാഗവും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ആം ഹോൾ സ്റ്റാർട്ട് ചെയ്യണേ. ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു കർവാണ്. ഈ ഒരു കർവിൻ്റെ ഷേപ്പാണ് നമുക്ക് വേണ്ടേ. അതിനായിട്ട് ആ ഒരു സ്റ്റിച്ച് പോയ അവിടെ ഉണ്ടല്ലോ, അവിടെ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഈ ഒരു സ്ലീവ് മാറ്റുക, അവിടെ ഒന്ന് മാർക്കിങ് കൊടുക്കുക. എഗെയിൻ കുറച്ച് നീക്കിയിട്ട് വീണ്ടും കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. സ്ലീവ് മാറ്റുക, ആ ഭാഗം അങ്ങ് ട്രേസ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കർവ് ചുറ്റും നമ്മൾ ഈ ഒരു മെത്തേഡിൽ ട്രേസ് എടുത്ത് പോവാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ
വെച്ചിട്ടാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ എടുക്കാത്തത്. ബാക്ക് ആം ഹോൾ ആണ് ട്രേസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആം ഹോൾ കർവും ഭംഗിയായിട്ട് ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് വെക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കം ഒന്ന് എടുക്കാം കേട്ടോ. ബാക്ക് നെക്കിന്റെ ഇറക്കം ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കവും നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. അപ്പൊ ഫ്രണ്ട് നെക്ക് അവസാനിക്കുന്നത് എവിടെയാണ്, ആ ഒരു ലെങ്ത്തും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടുല്ലോ. ഇനി നമുക്ക് ഈ ഒരു ചുരിദാർ എടുക്കാം. അങ്ങനെ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കട്ട് ചെയ്യരുത് കേട്ടോ. നമുക്ക് ഇതിൽ കുറച്ച് തയ്യൽ തുമ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ചെസ്റ്റിന്റെ അവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കണ്ടേ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റിന്റെ അവിടെ ഞാൻ 1.25 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. ഇനി സ്ലിറ്റ് ഓപ്പണിന്റെ അവിടുത്തെ തയ്യൽ തുമ്പ് കൊടുക്കാം. അവിടെ ഞാൻ 1 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. സ്ലിറ്റ് ഓപ്പണിന്റെ അവിടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു 3 പോയിന്റുകളും കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നേരെ അടിയിലേക്ക് സ്ലിറ്റ് ഓപ്പണിന്റെ അവിടുത്തെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്ലിറ്റിന്റെ അടിഭാഗത്തേക്കും ഞാൻ 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ മിഡിലായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ എൻഡിങ്ങിലും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോളിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിന്റെ അവിടെ ഞാൻ 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡോട്ടഡ് ലൈനിന്റെ ചുറ്റും ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡോട്ടഡ് ലൈനിന്റെ ചുറ്റും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡോട്ടഡ് ലൈനൊക്കെ ഒന്ന് ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഡോട്ടഡ് ലൈൻ ഒക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു. ഇനി നമുക്ക് ചുറ്റും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവാം. ഇപ്പൊ നമ്മൾ ആം ഹോളിന്റെ ചുറ്റും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ചൊന്ന് ഷേപ്പിൽ അങ്ങ് വരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ആം ഹോളിന്റെ ചുറ്റും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ അതങ്ങ് ഷേപ്പ് ആക്കി വരച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഷോൾഡർ സ്ലോപ്പിൽ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ആ ഒരു ചെരിച്ചൊരു ലൈൻ വരച്ചിട്ടില്ലേ, അതിന്റെ മുകൾ ഭാഗത്തേക്കായിട്ടും 1/2 ഇഞ്ച് തന്നെ ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷോൾഡർ സ്ലോപ്പിലും തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഞാനിപ്പോൾ ലൈനിങ് തുണിയിൽ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നെക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം, ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നെക്കിന്റെ വീതിയുടെ അവിടെയും തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്ത് മടക്കാണ് വരുന്നത്. അപ്പൊ അത് കട്ട് ചെയ്തങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം.
ഈ ഒരു മുകൾ ഭാഗത്ത് മടക്കായിരുന്നു, അത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ബാക്ക് പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിങ് വെച്ചിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബാക്ക് പോർഷനിലെ ലൈനിങ് വെച്ചിട്ട് ഞാൻ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിനേക്കാൾ കുറച്ച് കൂടുതലാണ് കേട്ടോ മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഫാബ്രിക് വരുന്നത്. ഇത് ക്യൂനിൽ നിന്ന് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ്സിൽ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മെയിൻ ഫാബ്രിക്കിൽ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തുണി 4ആയിട്ട് മടക്കിയിടണം. ഞാനിപ്പോൾ നീളത്തിലൊരു തുണീനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി ഇനി ഒരു മടക്കും കൂടി മടക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ തുണീനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു മുകൾ വശം കംപ്ലീറ്റ് മടക്കാണ്. ഇവിടെ വേണം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അടിഭാഗത്ത് ബോർഡർ വരുന്ന രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവ് ചുരിദാറിൽ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. എനിക്ക് ഈ ഒരു മോഡലിൽ ഫുൾ സ്ലീവ് വേണ്ട, അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ ഞാൻ ഈ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അളവ് ചുരിദാർ വെച്ചിട്ട് സ്ലീവ്സും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അളവ് ചുരിദാറിലെ സ്ലീവ്സ് നമുക്ക് ഈ ഒരു 1/2 ഇഞ്ചിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചിന്റെ അവിടെയാണ് ഞാൻ ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോർഷൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ചുളുക്കുകളൊന്നും ഇല്ലാണ്ട് സ്ലീവ്സ് അങ്ങ് ഭംഗിയായിട്ട് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് സ്ലീവ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലീവ് എൻഡ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതെവിടെയാണ് സ്ലീവ് എൻഡ് ചെയ്യണേ, ആ മാർക്കിങ് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു അടിഭാഗത്തെ ഈ ഒരു വണ്ണവും നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു അടിവശത്ത് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു കർവ് ട്രേസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ആം ഹോൾ എങ്ങനെയാണോ ട്രേസ് എടുത്തത് ആ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിവർത്തിയിട്ടിരിക്കുന്ന ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ കർവാണ് കേട്ടോ നമ്മൾ ട്രേസ് എടുക്കണേ. കാരണം പലരും സ്ലീവ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു കുഴിവ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്ലീവിൻ്റെ കർവ് ട്രേസ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് നഖം കൊണ്ട് പ്രസ് ചെയ്യുക, ആ ഒരു കർവ് അങ്ങ് ട്രേസ് ചെയ്ത് പോവാം കേട്ടോ. നഖം കൊണ്ട് ഞാൻ പ്രസ് ചെയ്തു, അതങ്ങ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഫുൾ കർവ് നമുക്ക് ഇതുപോലെ അങ്ങ് ട്രേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു കർവും ട്രേസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു അളവ് ചുരിദാറങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അടിവശവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ കർവും ട്രേസ് ചെയ്തു. ഇനി അതങ്ങ് ആ ഒരു സ്ലീവിൻ്റെ കർവിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കങ്ങ് വരച്ചെടുക്കാം കേട്ടോ. ഈ ഡോട്ടഡ് ലൈനൊക്കെ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ ഡോട്ടഡ് ലൈനൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു അടിവശത്തായിട്ട് 2 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ആ 1.5 ഇഞ്ച് സ്ലീവ് എൻഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം.
ആയിട്ട് ഈ ഒരു സ്ലീവിന്റെ കർവ് ഉണ്ടല്ലോ അവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് ആട്ടോ ഞാനിവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നേ. അങ്ങനെ 1/2 ഇഞ്ചിൽ ഇതേ ഷേപ്പ് തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മൾ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.